വയനാട് മണ്ഡലം ഒഴിവാക്കുന്നതിൽ തീരുമാനമെടുത്തിട്ടില്ലെന്ന് രാഹുൽ ഗാന്ധി. വയനാട് വേണോ റായ്ബറേലി വേണോ എന്ന ധർമ്മസങ്കടത്തിലാണ് താനെന്നും രാഹുൽ ഗാന്ധി വയനാട്ടിലെ വോട്ടർമാരോട് പറഞ്ഞു. Dilemma in front of me. The question is, will I be member of parliament of Wayanad or will I be member of parliament of Raebareli? What I will commit to you is that both Wayanad and Amethi and Raebareli will be happy with my decision. വോട്ടർമാർക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടുള്ള രാഹുൽ ഗാന്ധിയുടെ വയനാട് മണ്ഡലത്തിലെ പര്യടനം തുടരുകയാണ്. രാഹുൽ ഗാന്ധി കൽപ്പറ്റയിലെത്തി. രാഹുൽ ഗാന്ധി മണ്ഡലം വിടുകയാണെങ്കിൽ പ്രിയങ്കയെ മത്സരിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കൽപ്പറ്റയിൽ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചു. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി. സുർജിത്ത്, റായ്ബറേലിയിൽ അദ്ദേഹം തുടരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ആ തരത്തിലേക്കൊക്കെയാണ് വിവരങ്ങൾ വന്നിട്ടുള്ളത്. അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടത് പക്ഷേ രാഹുൽ ഗാന്ധി തന്നെയാണ്. അദ്ദേഹം ഇപ്പോഴും ധർമ്മസങ്കടത്തിൽ തന്നെയാണ് എന്ന് പറയുന്നു. എന്ത് തീരുമാനം കൈക്കൊള്ളാനാണ് സാധ്യത? വയനാട്ടിൽ ഈ ആവശ്യം ഉയർന്നു വന്നിട്ടുള്ളത് പോലെ പ്രിയങ്ക ഗാന്ധിയൊക്കെ മത്സരിക്കാനുള്ള സാധ്യത അതൊക്കെയാണ് ഉയർന്നു വരുന്നത്. ഇന്ന് രാഹുൽ ഗാന്ധി എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? അനുജ, ഇന്ന് രാവിലെ നടന്ന പൊതുയോഗം എടവണ്ണയിലാണ്. അതായത് അത് മലപ്പുറം ജില്ലയിലാണ്. പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമായ മലപ്പുറം ജില്ലയിലാണ് ആദ്യ പൊതുയോഗം നടന്നത്. ഇന്ന് രണ്ടാമത്തെ പൊതുയോഗമാണ് ഇപ്പോൾ കൽപ്പറ്റയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി അല്പസമയം മുമ്പാണ് ഇവിടേക്ക് എത്തിയത്. അദ്ദേഹം എടവണ്ണയിൽ പ്രസംഗിക്കുമ്പോൾ പോലും മണ്ഡലം വിടുന്ന കാര്യത്തിൽ കൃത്യമായ ഒരു കാര്യം അത് തറപ്പിച്ച് പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. അതിൽ സസ്പെൻസ് നിലനിർത്തുകയാണ് ചെയ്തത്. ഏത് മണ്ഡലം തിരഞ്ഞെടുക്കണമെന്ന് വേദിയിൽ നിന്ന് രാഹുൽ ഗാന്ധി ജനങ്ങളോടായി ചോദിച്ചു. ഏത് തീരുമാനമെടുത്താലും ആളുകളെല്ലാം പറയുന്നത് വയനാട് നിലനിർത്തണമെന്നുള്ള ആവശ്യമാണ് ആളുകൾ ഉയർത്തുന്നത്. പക്ഷേ ഏത് തീരുമാനമെടുത്താലും അത് വയനാടിനും റായ്ബറേലിക്കും ഒരുപോലെ സന്തോഷം നൽകുന്ന തീരുമാനമാകും താൻ കൈക്കൊള്ളുക എന്നുള്ളതാണ്. താൻ വീണ്ടും മണ്ഡലത്തിലേക്ക് എത്തും എന്നുള്ള കാര്യമാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അതിനർത്ഥം അദ്ദേഹം കൃത്യമായ രീതിയിൽ തന്നെ വയനാട് വിടുമെന്ന കാര്യത്തിലോ റായ്ബറേലി വിടുമെന്ന കാര്യത്തിലോ ഒരു കൃത്യമായൊരു നിലപാട് പങ്കുവച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ഈ കൽപ്പറ്റയിൽ പൊതുയോഗത്തിന്റെ തൊട്ട് മുമ്പായി ഇവിടെയെല്ലാം തന്നെ ചില ഫ്ലക്സ് ബോർഡുകളെല്ലാം തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ രാഹുൽ ഗാന്ധി വിടരുത് എന്നുള്ള ആവശ്യം അവർ ആദ്യം ഉന്നയിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഇവിടെ നിന്നും മണ്ഡലം വിടുന്ന സാഹചര്യം ഉണ്ടായാൽ സഹോദരിയെ വെച്ചുകൊണ്ട്, അതായത് പ്രിയങ്ക ഗാന്ധിയെ വെച്ചുകൊണ്ട് തങ്ങളെ സംരക്ഷിക്കണം, വയനാടിനെ സംരക്ഷിക്കണം എന്നുള്ള ആവശ്യമാണ് ഈ ജനങ്ങളെല്ലാം തന്നെ ഉന്നയിക്കുന്നത്. വയനാട് UDF ഫാമിലി എന്ന് പറഞ്ഞുകൊണ്ടാണ് അത്തരത്തിൽ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. എന്തായാലും പൊതുസമ്മേളനം ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. അദ്ദേഹം 2 പരിപാടികൾ മാത്രമാണ് ഇന്ന് പങ്കെടുക്കുന്നത്. എടവണ്ണയിലെ പരിപാടി പൂർത്തിയായി. ഇപ്പോൾ നടക്കുന്നത് കൽപ്പറ്റയിലെ പരിപാടിയാണ്. ഇതിനുശേഷം കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിലേക്ക് മടങ്ങുന്ന വിധത്തിലാണ് ക്രമീകരണം. ഇവിടെ വേദിയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC പ്രസിഡന്റായിട്ടുള്ള സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ, KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം തന്നെ ഈ വേദിയിൽ പങ്കെടുക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ സ്വാഗത പ്രസംഗം നടത്തുകയാണ്. DCC പ്രസിഡന്റ് ND അപ്പച്ചനാണ് സ്വാഗത പ്രസംഗം നടത്തുന്നത്. T സിദ്ദിഖ് MLA, AP അനിൽകുമാർ MLA ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. വേദിയിൽ അവരെ നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ഇനി രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന് വേണ്ടി എല്ലാവരും കാതോർത്ത് നിൽക്കുകയാണ്. എന്തായാലും ചരിത്രത്തിൽ നേരത്തെ സംഭവിച്ചിട്ടില്ലാത്ത വിധത്തിലുള്ള ഭൂരിപക്ഷം തന്നെ, അതായത് കഴിഞ്ഞ തവണത്തേക്കാൾ നേരിയ രീതിയിൽ വോട്ട് കുറഞ്ഞെങ്കിലും തവണയും 3.25 ലക്ഷത്തിനടുത്ത് വോട്ട് ഭൂരിപക്ഷം സമാഹരിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള മുന്നേറ്റം രാഹുൽ ഗാന്ധിക്ക് ഇവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതേ നില തന്നെ റായ്ബറേലിയിലുണ്ട്. സ്വാഭാവികമായും അദ്ദേഹം ഏത് മണ്ഡലത്തെ കൈവിടും എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രസംഗം അല്പസമയത്തിനകം നടക്കും. അതാണ്, അദ്ദേഹം ധർമ്മസങ്കടത്തിലാണ്. റായ്ബറേലിയിൽ തുടരണോ അതോ വയനാട്ടിൽ തുടരണോ എന്നതിൽ തീരുമാനമായിട്ടില്ല എന്നതാണ് പറയുന്നത്. വിവിധയിടങ്ങളിൽ വോട്ടർമാർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നു.